കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പാടത്ത് കൊയ്ത്തായിരുന്നു. ഈ സംഭവം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി ലേറ്റ് ആയതാണ്. അപ്പോൾ കഴിഞ്ഞ പോലത്തെ ഒരു വിളവ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല വിളവുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല. കാരണം ഉപ്പുവെള്ളം കയറിപ്പോയായിരുന്നു. കാരണം വേണ്ടത്ര മഴ ലഭിക്കാതെ അതുപോലെ കണ്ടത്തിൽ വെള്ളം കയറ്റുന്ന സമയത്ത് നമ്മളുടെ ആറ്റിൽ ഉപ്പുവെള്ളമായിരുന്നു. അപ്പോൾ അത് കാരണം ഉപ്പുവെള്ളം കയറിയത് കൊണ്ടും നെല്ലൊക്കെ കരിഞ്ഞു പോയി. കുറേയൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്രാവശ്യം നഷ്ടമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കൊയ്ത്തിട്ടുള്ള നെല്ലൊക്കെ ചാക്ക് വിരിച്ച് അതിലേക്ക് പിന്നെ കൊയ്ത്ത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നാടൻ ഓർമ്മകളൊക്കെ അല്ലേ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെയൊന്നും ഇല്ല, എല്ലായിടത്തും കുറവാണ്. കാരണം പാടങ്ങളൊക്കെ നികത്തിയിട്ട് മിക്ക സ്ഥലത്തും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിനടുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം ആകുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. അങ്ങനെ നെല്ലെല്ലാം തന്നു കഴിഞ്ഞിട്ട് ഇതാ അമ്മ പൈസ കൊടുക്കാൻ വേണ്ടി പോകാൻ ഇത് അടിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കണം, രസീതൊക്കെ എഴുതിയിട്ട് പൈസ കൊടുക്കാൻ പോവാണ്. നല്ല വെയിലാണ് ഇപ്രാവശ്യം. വെയിലുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും നെല്ലൊക്കെ നമുക്ക് മോശമായി പോയത്. കൂടുള്ളത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. നേരത്തെ ഈ പിള്ളേർ കൂടെ ഇവിടെ എല്ലായിടത്തേക്കും നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ സായിമോൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ അവൻ പറഞ്ഞ ആരെയൊക്കെ നമുക്ക് പേരക്ക പറിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മടത്തിൽ തന്നെയാണ്. അങ്ങനെ അവൻ കയറിയിട്ട് എനിക്ക് പേരക്ക പറിച്ചു തരികയാണ്. കൂടെ ഉണ്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ 3-4 പേര് എപ്പോഴും സർക്കിറ്റാണ് മാങ്ങ പറിക്കാനും ചൂണ്ടിടാനൊക്കെ ആയിട്ട് എപ്പോഴും ബിസി ആയിരുന്നു ഞാൻ. കാരണം കല്യാണം കഴിച്ച് വന്നാണെങ്കിലും കുഞ്ഞു പിള്ളേരായിട്ടായിരുന്നു എനിക്കിവിടെ കൂട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ പേരക്കൊക്കെ അവൻ പറിച്ചു തന്നിട്ടാണ്. ഇത് വെള്ള കളറിലെ പേരയ്ക്കാണ്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാലും മധുരമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ചെനപ്പ് ഭാഗമാകുമ്പോൾ കഴിക്കുന്നതായിട്ട് ഇഷ്ടം. അതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. വൈകിട്ടായത് കാരണം നിങ്ങൾ മഠത്തിൽ അങ്ങനെ അധികം നേരം നിന്നില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് പോന്നു. ഇവിടെയായിരുന്നു ഞാൻ നേരത്തെ ബന്ദി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ അതൊക്കെ ചേച്ചി പറിച്ചു കളഞ്ഞിട്ട് അവിടെ കപ്പ നട്ടു ഗൈസ്. പിന്നെ കുറച്ച് സമയം പാടത്തോട്ട് നോക്കി നിന്ന്, കാരണം കൊക്കൊക്കെ പറക്കണുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ട് നേരെ അകത്തേക്ക് പോന്നു. പിന്നെ കുഞ്ഞമ്മയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ കുറച്ച് സമയം അവരുടെ കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. കാത്തു വന്നപ്പോൾ തന്നെ അവരുടെ കയ്യിലും കാലിലൊക്കെ ചാടി കടിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇരിക്കുന്ന എല്ലാം കുടുവിൻ്റെ അപ്പച്ചിമാരാണ് കേട്ടോ. കുടുവിന് ഒത്തിരി അപ്പച്ചിമാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.